ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വെറും 48 മണിക്കൂറിൽ ക്യാൻസറിനെ പ്രതിരോധിക്കാനുള്ള mRNA വാക്സിൻ നിർമ്മിക്കാനാകുമെന്ന് US ആസ്ഥാനമായുള്ള മൾട്ടിനാഷണൽ ടെക്നോളജി കോർപ്പറേഷനായ ഒറാക്കിളിന്റെ സഹസ്ഥാപകനും സിഇഒയുമായ ലാറി എലിസൺ വെളിപ്പെടുത്തി. AI-യാൽ നിർമ്മിക്കപ്പെടുന്ന ക്യാൻസർ പ്രതിരോധ വാക്സിന് ഒരു സവിശേഷതയുണ്ട്. ഓരോ വ്യക്തിക്കും അനുയോജ്യമാം വിധമുള്ള വാക്സിനാകും AI വികസിപ്പിക്കുക. US വൈറ്റ് ഹൌസ് തുടക്കം കുറിക്കുന്ന വൻ പദ്ധതിയായ സ്റ്റാർഗേറ്റ് പ്രൊജക്ടിന്റെ അനാച്ഛാദന വേളയിലാണ് ക്യാൻസർ ചികിത്സാ രംഗത്ത് വിപ്ലവകരമായ ചുവടുവയ്പായി തീരാൻ പോകുന്ന ഈ മുന്നേറ്റത്തെക്കുറിച്ച് എലിസൺ പ്രതിപാദിച്ചത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇൻഫ്രാസ്ട്രക്ചറിലൂടെ വിവിധ മേഖലകളിൽ, പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിൽ നൂതന ചുവടുവയ്പ്പുകൾ നടത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് വൈറ്റ് ഹൌസ് സ്റ്റാർഗേറ്റ് എന്ന വൻ പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. AI സാങ്കേതിക വിദ്യയിലെ പുരോഗതി ആരോഗ്യ സംരക്ഷണ രംഗത്ത് വൻ മാറ്റങ്ങൾ സൃഷ്ടിക്കുമെന്ന് ലാറി എലിസൺ ചൂണ്ടിക്കാണിക്കുന്നു. റോബോട്ടിക് സംവിധാനങ്ങൾ ഉപയോഗിച്ച് നിർമ്മിക്കാൻ കഴിയുന്ന ക്യാൻസർ പ്രതിരോധ mRNA വാക്സിനുകൾ രൂപകൽപ്പന ചെയ്യാനുള്ള ദൗത്യങ്ങൾക്ക് കമ്പനി ഉടൻ തന്നെ ആരംഭം കുറിക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. ട്യൂമറിന്റെ ചില ചെറുഭാഗങ്ങൾ രക്തത്തിലും ഉണ്ടാകും. അതിനാൽ തന്നെ AI ഉപയോഗിച്ചുള്ള രക്തപരിശോധനയിലൂടെ ക്യാൻസർ സാധ്യത മുൻകൂട്ടി കണ്ടെത്താൻ സാധിക്കും. ഓരോ വ്യക്തിയുടെയും ജനിതക ശ്രേണി പഠനത്തിലൂടെ ക്യാൻസർ ട്യൂമറിനെതിരെ വാക്സിനേഷൻ രൂപകൽപ്പന ചെയ്യാനും കഴിയും. ഒരു mRNA വാക്സിൻ ഒരു പ്രത്യേക പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കുന്നതിനായി ശരീരകോശങ്ങളെ ഉണർത്തുന്നു. പ്രതിരോധ പ്രവർത്തനത്തിന് കാരണമായ മെസഞ്ചർ RNA-യുടെ ഒരു ചെറിയ ശകലം അഥവാ DNA-യിൽ നിന്നുള്ള നിർദ്ദിഷ്ട നിർദ്ദേശങ്ങൾ വഹിക്കുന്ന ഒരു തന്മാത്രയാണ് ഇതിനായി ഉപയോഗപ്പെടുത്തുന്നത്. ക്യാൻസർ കോശങ്ങളെ തിരിച്ചറിയാനും ആക്രമിക്കാനും ഇത് രോഗപ്രതിരോധ സംവിധാനത്തെ സഹായിക്കുന്നു. അങ്ങനെ രോഗത്തെ ലക്ഷ്യം വെക്കാൻ അത് ശരീരത്തെ പഠിപ്പിക്കുന്നു. ഇത്തരത്തിൽ AI സാങ്കേതിക വിദ്യയിലൂടെ വികസിപ്പിച്ചെടുക്കുന്ന വാക്സിനുകൾ തീർത്തും സുരക്ഷിതമാണ്. മാത്രവുമല്ല, അവ വേഗത്തിൽ വികസിപ്പിക്കാനും സാധിക്കും. ലാറി എലിസൺ പറയുന്നു. ഈ വിപ്ലവകരമായ പുതുമുന്നേറ്റത്തിലൂടെ എണ്ണമറ്റ ജീവനുകൾ രക്ഷിക്കാനും ചികിത്സാ ഫലങ്ങൾ മെച്ചപ്പെടുത്താനും സാധിക്കും. അമേരിക്കൻ വൈറ്റ് ഹൌസ് ആരംഭം കുറിച്ചിരിക്കുന്ന സ്റ്റാർഗേറ്റ് പ്രൊജക്ട് അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇൻഫ്രാസ്ട്രക്ചറിനായി $100 ബില്യൺ നിക്ഷേപമാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വരുന്ന 4 വർഷത്തിനുള്ളിൽ ഈ പദ്ധതിയിലേക്ക് $500 ബില്യൺ കൂടി നിക്ഷേപിക്കപ്പെടും. സോഫ്റ്റ് ബാങ്ക്, OpenAI, MGX എന്നിവരാണ് സ്റ്റാർഗേറ്റിന്റെ പ്രധാന പങ്കാളികൾ. മൈക്രോസോഫ്റ്റ്, NVIDIA, ഒറാക്കിൾ, OpenAI എന്നിവയാണ് ഈ പദ്ധതിയുടെ പ്രധാനപ്പെട്ട പ്രാരംഭ സാങ്കേതിക പങ്കാളികൾ. ക്യാൻസർ ചികിത്സയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് AI ഗവേഷണവും വികസനവും മുന്നോട്ട് കൊണ്ടുപോകുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രാഥമിക ലക്ഷ്യം. അമേരിക്ക തുടക്കം കുറിച്ച ഈ വൻ പദ്ധതിക്ക് കീഴിൽ 1 ലക്ഷത്തിൽ പരം തൊഴിലവസരങ്ങളും സൃഷ്ടിക്കപ്പെടും. അതോടൊപ്പം AI ഗവേഷണത്തിനും വികസനത്തിനുമായി വലിയ തോതിലുള്ള ഡാറ്റാ സെന്ററുകളുടെയും ഫിസിക്കൽ ക്യാമ്പസുകളുടെയും വികസനവും ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നു. വാർത്തയുടെ നിറം തേടി തനിനിറം.